എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. ആത്മനമസ്കാരം. 8ാം ക്ലാസ്സിലെ ജീവശാസ്ത്രത്തിലെ 1ാം അധ്യായമായ നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം എന്ന പാഠഭാഗത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ചെറുപ്പക്കാരനായ ഒരാൾക്ക് കൃഷിയിൽ കിട്ടിയ അവാർഡും പിന്നെ കുറച്ച് പത്രവാർത്തകളുമൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ നല്ലവണ്ണം വായിച്ചു നോക്കുക. നമ്മുടെ മനുഷ്യൻ ആദ്യം നടന്നുകൊണ്ട് കിട്ടുന്ന പഴങ്ങള്, പച്ചക്കറികള് ഒക്കെ ഇങ്ങനെ എങ്ങനെയാണോ കാട്ടിൽ എന്താണോ കിട്ടിക്കൊണ്ടിരുന്നത് അതൊക്കെ ഭക്ഷിച്ച് വിശപ്പടക്കിയിരുന്ന മനുഷ്യൻ കൃഷി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് മനുഷ്യൻ ഒരു സംസ്കാരം ഉടലെടുത്തത്, കുടുംബം ഉടലെടുത്തത്, സമൂഹം ഉടലെടുത്തത്, സമൂഹമായി ജീവിക്കാൻ തുടങ്ങിയത്, കുടുംബമായി ജീവിക്കാൻ തുടങ്ങിയത്. മനുഷ്യനൊരു സംസ്കാരം ഉണ്ടായത് തന്നെ കൃഷിയിൽ നിന്നാണ്. കൃഷിയാണ് സംസ്കാരത്തിൻ്റെ തുടക്കം. അപ്പോ നമ്മള് കൃഷി ചെയ്തു തുടങ്ങിയപ്പോൾ, കൂട്ടമായി കൃഷി ചെയ്തു തുടങ്ങിയപ്പോഴാണ് നമുക്ക് കുടുംബം പോലും ഉണ്ടായത്. അപ്പം വെറും മറ്റു മൃഗങ്ങളെ പോലെ തന്നെ മൃഗങ്ങൾക്ക് സമമായി ജീവിച്ചിരുന്ന മനുഷ്യൻ ഇത്രയും പരിണമിച്ചു വന്നതിന് പിന്നിലെ അടിസ്ഥാന ഘടകം ഭക്ഷണവും കൃഷിയുമാണ്. ഭക്ഷണം തന്നെയാണ് ഒരു മനുഷ്യനെന്നല്ല ഏതൊരു ജീവിയുടെയും അടിസ്ഥാന ഘടകം. വായുവും ജലവും ഭക്ഷണവുമാണ്. വായു ഇല്ലാതെ നമുക്ക് 5 മിനിറ്റ് പോലും ജീവിച്ചിരിക്കാൻ കഴിയില്ല. ജലമില്ലാതെ നമുക്ക് 2-3 ദിവസം പോലും ഒരുപക്ഷെ ജീവിച്ചിരിക്കാൻ കഴിയില്ല. ഭക്ഷണമില്ലാതെ കൂടിപ്പോയാൽ ഒരു മാസം ഒരു മനുഷ്യന് ജീവനോടെ ഇരിക്കാം. അല്ലാതെ എനർജി മറ്റ് സോഴ്സുകളിൽ നിന്നും സ്വാംശീകരിക്കാൻ കഴിവുള്ള ആളുകൾക്ക് ഭക്ഷണമില്ലാതെ നിലനിൽക്കാൻ കഴിയും. അതായത് സോളാർ എനർജിയിൽ നിന്നും ശരീരത്തിന് ആവശ്യമായ എനർജി സ്വാംശീകരിച്ചുകൊണ്ട് ജീവിച്ച ആളുകളുണ്ട്. വായുവിൽ നിന്നും എനർജി സ്വാംശീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ വളരെ മിറാക്കുലസും റയറുമാണ്. അപ്പൊ സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഭക്ഷണവും ജലവും വായുവും ഇല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല. അപ്പോ അതിലെ അടിസ്ഥാന ഒരു ഘടകമാണ് ഭക്ഷണം. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിനും ഭക്ഷ്യവിഭവങ്ങൾ വളരെ ലാഭകരമായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുക, കൃഷിക്കാരന് നഷ്ടം വരാത്ത രീതിയിൽ ഉൽപ്പാദിപ്പിക്കുക, അതിന് സർക്കാരുകളുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ പിന്തുണ കർഷകന് ആവശ്യമാണ്. ഇപ്പോൾ എന്തെങ്കിലും മഴ വന്ന് ഇപ്പോൾ വാഴ നടുന്നത് നശിച്ചു പോകുന്നുണ്ട്, നെല്ല് നടുന്നത് നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇൻഷുറൻസുകളും കുറച്ചൊക്കെ സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ നഷ്ടം വന്നു പോയാൽ കർഷകന്റെ കുടുംബത്തിന് അത് വളരെ മോശമായ രീതിയിൽ ബാധിക്കാത്ത തരത്തിലുള്ള പിന്തുണ സർക്കാർ കർഷകന് കൊടുക്കേണ്ടതുണ്ട്. അതായത് വായ്പകൾ എടുത്തുകൊണ്ട് ചെയ്യുന്നവരാണ് കർഷകർ ഒരുപാട് പേര്. അപ്പോൾ അവർക്ക് തിരിച്ചടയ്ക്കാൻ വയ്യാതെ വായ്പകൾ കൂടുന്ന സമയത്ത് പലരും ആത്മഹത്യകളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതെ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട, കാരണം നമുക്ക് ഭക്ഷണം ഭക്ഷ്യവിഭവങ്ങൾ, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഭക്ഷ്യവിഭവങ്ങൾ എത്തിക്കുന്നത് കൃഷിക്കാർ തന്നെയാണ്, കർഷകർ തന്നെയാണ്. അപ്പൊ അവരുടെ കുടുംബം സാമാന്യമായ രീതിയിൽ സന്തോഷത്തോടെ
നിലനിൽക്കേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അപ്പം ഈ ആവശ്യമുള്ള ലാഭം അല്ലെങ്കിൽ ആവശ്യമായ സാമ്പത്തിക പിന്തുണ കിട്ടാത്തത് കൊണ്ടാണ് ഒരു കർഷകന്റെ അടുത്ത തലമുറ, ഒരുപാട് കാർഷിക അറിവുകളുള്ള കുടുംബങ്ങളുണ്ട്, അതില് അടുത്ത തലമുറക്കാര് കൃഷിയിൽ നിന്നും പിന്നോട്ട് പോകുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട്. ആ ഒരു നില ഉണ്ടാവാതെ, കാരണം കാർഷിക അറിവുകളും അതോടെ നശിച്ചു പോവുകയാണ്. ഇപ്പൊ അച്ഛൻ ചെയ്തിരുന്ന കൃഷിയിൽ നിന്ന് അച്ഛൻ ഒരുപാട് അനുഭവങ്ങളും അറിവുകളും ഉണ്ടാവും. ആ അറിവ് ആ തലമുറയോട്, അടുത്ത തലമുറ അത് പിന്തുടർന്ന് വന്നില്ലെങ്കിൽ ആ അറിവ് ആ തലമുറയോട് നശിച്ചു പോകുന്നു. അങ്ങനെ ഒരു ഡ്രോബാക്ക് കൂടെ ഈ കൃഷിക്കാരുടെ തലമുറ നിലനിൽക്കാത്തത് കൊണ്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതെ വിദ്യാഭ്യാസം ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. വിദ്യാഭ്യാസത്തോടൊപ്പം കൃഷി, ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ഒരു ഗവൺമെന്റ് ഇന്ന് എല്ലാവരും ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയുള്ള പലതരം കോച്ചിങ് ക്ലാസ്സുകൾക്കും അതിന് അപ്പൊ അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന് പോകുന്നു. അപ്പൊ അതേപോലെ ഒരു പ്രാധാന്യം ഈ കർഷകർക്ക് സാമ്പത്തികമായ പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാവരും കൃഷി ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പൊ അതേപോലെ ഒരു പിന്തുണ സർക്കാർ കൃഷിക്കാർക്ക് നൽകിക്കൊണ്ടുവന്നാൽ തീർച്ചയായും ഒരുപാട് കൃഷിക്കാർ ഇതിലേക്ക് മുന്നോട്ട് വരും. പിന്നെ നമ്മൾ പുതിയ ഒരുപാട് സാങ്കേതിക വിദ്യകളുണ്ട്. പണ്ടൊക്കെ കൃഷി കുറച്ചുകൂടെ കഷ്ടപ്പാടുള്ളതായിരുന്നു. ഇന്ന് ലേബറൊക്കെ കുറച്ച് കൂടിയത് കൊണ്ട് തന്നെ പലരും കൃഷി ചെയ്യാൻ മടിക്കുന്നുണ്ട്. ലാഭമില്ലാതെ ആകുന്ന ഒരു അവസ്ഥയുള്ളത് കൊണ്ട് പലരും കൃഷി ചെയ്യാൻ മടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ, നല്ല കൃഷി സാങ്കേതിക വിദ്യകൾ, നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ലാഭകരമാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഒരുപാട് പേര് മുന്നോട്ട് വരും. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് കാർഷിക മേഖലയിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യത. അതായത് ടപ്പിയോക്ക പ്ലക്കർ, അതേപോലെ ഒരുപാട്, അതായത് പണ്ട് പോത്തിനെയും കാളയും ഒക്കെ ഉപയോഗിച്ച് ഉഴുതിരുന്ന സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ ട്രാക്ടറും ടില്ലറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഏകദേശം എല്ലാം ഹാർവെസ്റ്റിംഗ് വരെ, നെല്ലിന്റെ ഹാർവെസ്റ്റിംഗ് വരെ മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട്, സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള രീതി നിലവിൽ വന്നു കഴിഞ്ഞു. അപ്പം എത്രയോ സാങ്കേതിക വിദ്യകളൊക്കെ മുന്നോട്ട് വന്നു, അത് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. പിന്നെ പരമ്പരാഗതമായി ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങളിൽ നിന്ന് വേറിട്ട ഉൽപ്പന്നങ്ങൾ, അതായത് പണ്ട് വാഴ കൃഷി ചെയ്യുന്നവർ പ്രധാനമായിട്ടും വാഴക്കുലയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ചെയ്തിരുന്നത്. പക്ഷെ ഇന്ന് ഒരുപാട് ഹോട്ടലുകളൊക്കെ വന്നതുകൊണ്ട് വാഴയിലയ്ക്ക് വളരെയധികം ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ വാഴക്കുലയേക്കാളും വാഴയിലയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കൃഷി രീതി. അപ്പൊ വാഴക്കുല, വാഴയില, പിന്നെ അതേപോലെ തന്നെ ഇന്ന് പണ്ടൊന്നും കൂമ്പിനൊന്നും ആർക്കും, കൂമ്പൊക്കെ വെറുതെ ഒടിച്ച് ഓരോ കൃഷിത്തോട്ടങ്ങളിലൊക്കെ ഇടും. പക്ഷെ ഇന്ന് കൂമ്പിന്റെയൊക്കെ ന്യൂട്രിയൻ കണ്ടൻസ്, അതിന്റെ പോഷക മൂല്യം മനുഷ്യർ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ മാർക്കറ്റുകളിലൊക്കെ കൂമ്പ് കൊണ്ടുവരുന്നു, വിലയ്ക്ക് വിൽക്കുന്നു, എല്ലാം ചെയ്യുന്നു. അതേപോലെ തന്നെ കാമ്പ് അല്ലെങ്കിൽ വാഴത്തട എന്ന് പറയും, കാമ്പ് എന്ന് പറയുന്ന വാഴയുടെ ഭാഗം, അതും ഇന്ന് വിലയ്ക്ക് വിൽക്കുന്നുണ്ട്. പണ്ട് ഇതൊന്നും ആരും വിലയ്ക്ക് വാങ്ങുകയും വിൽക്കുകയൊന്നുമില്ല, വെറുതെ വീട്ടുകാർക്ക് ആവശ്യമുണ്ടെങ്കിൽ 1 or 2 എടുക്കും, ബാക്കി കളയുകയാണ് ചെയ്യുക. പക്ഷെ അതൊക്കെ ഇന്ന് മൂല്യമുള്ള വസ്തുക്കളായി വിൽപ്പനയ്ക്കായി വന്നു കഴിഞ്ഞു, ആളുകൾ അതിൻ്റെ പോഷക മൂല്യം മനസ്സിലാക്കിയത് കൊണ്ട്. അപ്പൊ അങ്ങനെ വേറിട്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. വാഴയിൽ നിന്നെല്ലാം, വാഴയുടെ എല്ലാ സാധനങ്ങളും നമുക്ക് ഉപയോഗിക്കാം. വാഴയില, വാഴക്കൂമ്പ്, വാഴക്കാമ്പ് അല്ലെങ്കിൽ വാഴത്തട, വാഴത്തണ്ട്, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ പുതിയ ഇനങ്ങളുടെ കൃഷി രീതി, അതായത് നമ്മുടെ നാടൻ ഇനങ്ങൾ തന്നെ വളരെ പോഷക മൂല്യമുള്ള നാടൻ, ഇപ്പൊ നാടൻ പശുവിൽ നിന്ന് കിട്ടുന്ന, ഗിർ പശുവിൽ നിന്നൊക്കെ കിട്ടുന്ന പാലിൽ തന്നെ സ്വർണത്തിന്റെ അംശമുണ്ടെന്ന് പറയുന്നു. അങ്ങനെ പോഷക മൂല്യം കുറഞ്ഞ സാധാരണ ഹൈബ്രിഡ് ഇതിനെക്കാട്ടിലും പോഷക മൂല്യം കൂടിയ
നാടൻ ഇനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ A1 മിൽക്കിനെക്കാട്ടിലും A2 മിൽക്ക്, അതായത് നാടൻ പശുവിൻ്റെ മിൽക്കിന് അതിൻ്റെ പ്രോട്ടീനിന് പോഷക മൂല്യം കൂടുതലാണ്. വേഗം ദഹിക്കുന്ന A1 മിൽക്കിനെക്കാട്ടിലും ദഹിക്കുന്ന പ്രോട്ടീനാണ് A2 മിൽക്കിലുള്ളത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പോഷക മൂല്യങ്ങൾ പാലിലുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നാടൻ പശുവിന് ഹൈബ്രിഡ് പശുവിനാണെങ്കിൽ കൂടുതൽ അളവിലുള്ള ഭക്ഷണം വേണം. അപ്പൊ നമ്മൾ കാലിത്തീറ്റ പോലെയുള്ള വാങ്ങുന്ന വളരെ പോഷക മൂല്യം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നാടൻ പശു നാടൻ രീതിയിൽ മേയുന്ന, അതായത് നമ്മുടെ തൊട്ടാവാടിയും കുറുന്തോട്ടിയും അങ്ങനെയുള്ള മെഡിസിനൽ പ്ലാന്റ്സ് കഴിക്കുന്ന പശുവിൻ്റെയും ആട്ടിൻ്റെയും ഒക്കെ പാലിന് തീർച്ചയായും ആ ഗുണം ഇല്ലാതിരിക്കില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ പുതിയ ഇനങ്ങൾ അല്ലെങ്കിൽ നാടൻ ഇനങ്ങൾ, പോഷക മൂല്യ കൂടിയ ഇനങ്ങളുടെ കൃഷി രീതി, അതേപോലെ ഇതിൽ ഗന്ധകശാല അരി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബസ്മതി അരി ഒക്കെ ഉപയോഗിക്കുന്ന പോലെ നല്ല ഒരു മണമുള്ള ഒരു തരം, അതായത് വയനാട്ടിലെ ചില ഗോത്രവർഗക്കാര് കൃഷി ചെയ്യുന്ന അരിയാണ് ഗന്ധകശാല അരി എന്ന് പറയുന്നത്. അതിന് നല്ലൊരു സുഗന്ധമുള്ള അരിയാണ്. അപ്പോൾ ഇങ്ങനെ വേറിട്ട കൃഷി രീതി, പുതിയ ഇനങ്ങളൊക്കെ കൃഷി ചെയ്യുമ്പോൾ അതിന് നല്ല തീർച്ചയായും ഡിമാൻഡ് ഉണ്ടായിരിക്കും. അത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ നല്ലതാണ്. അതായത് ഇന്ത്യയിലുള്ള പല പോഷക മൂല്യം കൂടിയ സാധനങ്ങളും വെളി രാജ്യങ്ങളിൽ വളരെ പൈസ കൊടുത്ത് വാങ്ങുവാൻ ആളുകൾ ഒരുപാടുണ്ട്. ഇപ്പം നമ്മുടെ പെപ്പർ, നമ്മുടേതായ പെപ്പർ മറ്റ് രാജ്യങ്ങളിലെ പെപ്പറിനെക്കാട്ടിലും നമ്മുടെ രാജ്യത്തെ പെപ്പറിന് നല്ല ഡിമാൻഡ് ഉള്ളതാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന A2 മിൽക്ക്, ഇതിനൊക്കെ കൂടുതൽ ഡിമാൻഡ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഇവിടെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എക്സ്പോർട്ട് ചെയ്യാനും അതിൽ നിന്ന് നല്ലൊരു ലാഭം ഉണ്ടാക്കാനും നമ്മുടെ കർഷകർക്ക് കഴിയും. പിന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം, അതായത് ഇപ്പോൾ പണ്ട് തേങ്ങ എടുത്താൽ തേങ്ങയും തേങ്ങ എണ്ണയും മാത്രമേ ഉള്ളൂ. ഇപ്പം പുതുതായിട്ട് എന്ത് ചെയ്യുന്നു, ഈ തേങ്ങ ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അതായത് ഇത് ഉണങ്ങിയ രീതിയിൽ, ഡ്രൈ ആയ രീതിയിൽ വെളി രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റി അയക്കുന്നു. അതേപോലെ തന്നെ തേങ്ങാപ്പാലിൻ്റെ പൗഡർ, പണ്ടൊന്നും അതങ്ങനെ തേങ്ങാപ്പാലിൻ്റെ പൗഡറൊന്നും നമ്മൾ മാർക്കറ്റുകളിലൊന്നും അധികം കണ്ടിട്ടില്ല. ഇന്ന് തേങ്ങാപ്പാലിൻ്റെ പൗഡറായി തന്നെ അത് എന്തോന്നാണ് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ മൂല്യം, ഇപ്പം തേങ്ങാപ്പാല് ഒരു വീട്ടിൽ കൂടിപ്പോയാൽ ഒരു 4 തേങ്ങയുടെ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ഈ തേങ്ങാപ്പാല് ഡ്രൈ ആക്കി പാക്കറ്റുകളിൽ വിൽക്കുന്ന സമയത്ത് അത് ഒരുപാട് പേർക്ക് ഉപയോഗിക്കാൻ കഴിയും. അതിൽ നിന്ന് നല്ലൊരു ലാഭം ഈ തെങ്ങ് കർഷകന് നേടുവാനും കഴിയും. അങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം, ഇപ്പം തെങ്ങ് കർഷകനാണെങ്കിൽ അദ്ദേഹത്തിന് തേങ്ങാപ്പാലിൻ്റെ പൗഡറും ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടെ വരുമാനം ഉണ്ടാക്കാം. അതേപോലെ തന്നെ പാലിപ്പം ഒരു ഡയറി ഫാം നടത്തുന്ന കർഷകന് പാലും തൈരുണ്ടാക്കാം, അതിൽ നിന്ന് നെയ്യ്, ബട്ടർ എല്ലാം കിട്ടും. അപ്പം ഇത് ബട്ടറും നെയ്യും ഒക്കെ പാലിനേക്കാൾ കുറച്ച് വില കൂടിയ സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെ മൂല്യം കൂടിയ, ലാഭം കൂടിയ ഒരു ഉൽപ്പന്നമാക്കി മാറ്റി വിൽക്കാൻ പറ്റും. പിന്നെ കാർഷിക വിഭവങ്ങളുടെ സംഭരണം, അതൊരു പ്രധാന പ്രശ്നമായി. ഇപ്പം ഒരുപാട് നെല്ലുണ്ടാക്കി അല്ലെങ്കിൽ ഒരുപാട് വെണ്ടയ്ക്ക അല്ലെങ്കിൽ കത്തിരിക്കയൊക്കെ ഒരുപാട് ഒരാൾ കൃഷി ചെയ്തു, അത് സൂക്ഷിക്കുക, അത് ആ സമയത്ത് നമുക്ക് വിളവ് കിട്ടുന്ന സമയത്ത് നല്ല വിലയ്ക്ക് വിൽക്കുക. ചിലപ്പോൾ വിളവ് കിട്ടുന്ന സമയത്ത് വില കുറവായിരിക്കും. അപ്പോൾ ഇതിന് കർഷകരുടെ ഒരു കൂട്ടായ്മ ഇത് സംഭരിക്കാനും സംഭരിച്ച് അതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കാനും ഉള്ള സംരംഭകരുടെ ആവശ്യവും കാർഷിക മേഖലയിൽ ഉണ്ട്. അപ്പം അങ്ങനെ ഉണ്ടായാൽ കർഷകർക്ക് അതൊരു സപ്പോർട്ടാകും. കർഷകൻ തന്നെ ഒരു സംരംഭകനായി മാറാൻ കഴിയും. കിട്ടുന്ന ഇപ്പോൾ വെണ്ടയ്ക്ക കിട്ടുന്നു, ഒരു സീസണിൽ ഒരുപാട് കിട്ടിയാൽ അത് ഡ്രൈ ചെയ്ത് ഇപ്പോൾ വറ്റലാക്കി മാറ്റാനോ, അല്ലെങ്കിൽ വെണ്ടയ്ക്ക വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനമാണ്, അതിന് ഡ്രൈ ചെയ്ത് വെക്കാനോ, കൂടുതലും നമുക്ക് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിലുള്ള മോയ്സ്ചർ കണ്ടന്റ്, അതായത് വെള്ളത്തിന്റെ അംശം വെള്ളത്തിന്റെ അംശം മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് സീസണിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇപ്പൊ ചക്ക
ചക്കയൊക്കെ ചില സീസണിൽ ഒരുപാടുണ്ടാവും. ആ സമയത്ത് കളക്ട് ചെയ്ത് അതിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് കളഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് സീസണിൽ അത് വറ്റലായിട്ടും ഒക്കെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസിന് പോലും ഇന്ന് ചക്ക നല്ലൊരു, പണ്ട് എല്ലാവരും ഷുഗർ പേഷ്യൻസ് ഒന്നും ചക്ക കഴിക്കരുത് എന്ന്, പക്ഷെ ഇന്ന് ഷുഗർ പേഷ്യൻസിന് പോലും ചക്ക കഴിക്കാവുന്ന ഒരു ഭക്ഷണമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കാർഷിക വിഭവങ്ങളുടെ സംഭരണത്തിനും വിൽപ്പനയ്ക്കും കർഷകരുടെ ഒരു കൂട്ടായ്മ ആവശ്യമുണ്ട്. കർഷകൻ തന്നെ ഒരു സംരംഭകനായി ആ ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി ഉയർത്തേണ്ട ആവശ്യമുണ്ട്. പിന്നെ പുതിയ ഇനം കൃഷിരീതി, പുതിയ ഇനങ്ങളുടെ കൃഷിരീതിയും നമ്മുടെ നാടൻ ഇനങ്ങൾക്ക് എന്നും ഡിമാൻഡ് ഉണ്ടാവും. അത് വളരെ കുറഞ്ഞ അളവിലേ കിട്ടുള്ളൂ എങ്കിലും അതിന് തീർച്ചയായും വില, നാടൻ പശുവിൻ്റെ പാലിനും മൂത്രത്തിനൊക്കെ വില കൂടുതലാണ്. പല മരുന്നുകളിലും പഞ്ചഗവ്യം പോലെയുള്ള മരുന്നുകളിലൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് നാടൻ പശുവിൻ്റെ എല്ലാ വിഭവങ്ങളും, പാലും തൈരും മോര്, വെണ്ണ, നെയ്യ്, ചാണകം, മൂത്രം എല്ലാത്തിനും വില കൂടുതലാണ്. അപ്പം അതൊക്കെ സംഭരിച്ച് അത് മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റാൻ കഴിയണം. പിന്നെ കാർഷിക വിഭവങ്ങളിൽ നിന്ന് തന്നെ വേറിട്ട ഉൽപ്പന്നങ്ങൾ, അതായത് ഇപ്പോൾ ഒരു വാഴയിൽ നിന്ന് വാഴ കൊല മാത്രം എടുത്തിരുന്ന നമ്മൾ ഇന്ന് എല്ലാ ഭാഗങ്ങളും അത് സംഭരിക്കാനും വിൽക്കാനും പഠിച്ചു കഴിഞ്ഞു. അതായത് വാഴയില, വാഴക്കൂമ്പ്, വാഴത്തണ്ട് ഒക്കെ നമുക്ക് വിൽക്കാൻ കഴിയും. അതേപോലെ തന്നെ കാർഷിക മേഖലയിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. പഴയ രീതിയിലല്ല, ഇപ്പോൾ ലേബറൊക്കെ കൂടുന്നത് കൊണ്ട് തന്നെ നമ്മൾ മെഷീൻസ് തീർച്ചയായും ഉൾപ്പെടുത്തിക്കൊണ്ട് കൃഷി നമുക്ക് ലാഭകരമായ രീതിയിൽ കൊണ്ടുപോകാം. കർഷകരെ ഈ ലാഭം എന്നുള്ള ഒരു ഫാക്ടറും പോയിട്ട് കർഷകർക്ക് തീർച്ചയായും നമ്മൾ സമൂഹത്തിൽ വളരെ ബഹുമാനം അർഹിക്കുന്ന, വളരെ ബഹുമാനിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ് കർഷകരെന്ന് പറയുന്നത്. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ തീർച്ചയായും കർഷക കുടുംബങ്ങളിലുള്ള അടുത്ത തലമുറ കൃഷിയിലേക്ക് മുന്നോട്ട് വരികയും നമുക്ക് കാർഷികമായ അറിവുകൾ നഷ്ടപ്പെടാതെ നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാനും കഴിയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.